ഹലോ, ഫുഡ് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചിക്കൻ പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പാസ്ത നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള പെന്നി പാസ്ത ഞാനിവിടെ ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് വേവിച്ച ചിക്കനാണ്, വെന്ത ചിക്കനാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാസ്തയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ ഈ സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, ക്രഷ് ചെയ്ത പെപ്പറാണ്, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതൊന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ബട്ടറും കൂടി ഇട്ട് അതിലേക്ക് 1 സ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ഏതായാലും മതി, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് പാല്, 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. തിളപ്പിച്ച പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നന്നായി ഒന്ന് കുറുകി വരും. കട്ട പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് പാൽ മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് 1 ഗ്ലാസ് പാലാണ് ഞാൻ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമ്മൾക്കിതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഏത് പാസ്ത ആയാലും മതി. പാസ്തയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നന്നായി കുറുകി വരും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2 സ്പൂൺ ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പ്ലെയിൻ ചീസാണ് ആഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഒറിഗാനോ, പാസ്ത ഒറിഗാനോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നന്നായി കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായി കുറുകി ഒന്ന് സെറ്റായി വരും. ഇൻ കേസ് കുറച്ചും നല്ലോണം കുറുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തിളപ്പിച്ച പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സോഫ്റ്റ് ആയിക്കോളും. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ പാസ്ത. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.